നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. അതിലും പ്രത്യേകിച്ച് ഞാൻ പാചക റെസിപ്പി കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്ന്. ഞാൻ പതിവ് പോലെ ഒരു പാചക റെസിപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പരിചയമുള്ളതല്ലായിരിക്കാം. എന്തായാലും എൻ്റെ ഒരു ശ്രമം അത്രയേ ഉള്ളൂ. എനിക്ക് ഒരു പഴുത്ത ചക്ക കിട്ടി. കുറച്ച് അത്ര വലിയ ചക്കയൊന്നുമല്ല കേട്ടോ, ചെറിയ ചക്കയാണ്. പക്ഷേ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു നോക്കിയപ്പോൾ ചുള പറിച്ചു വന്നപ്പോൾ വളരെ കുറച്ച് ചുളയേ ഉള്ളൂ. എന്താ ചെയ്യണ്ടേ എന്നിങ്ങനെ ആലോചിച്ചു. ചക്ക ഇവിടെ ആരും ഇല്ല. ആ ചക്ക മുറിക്കുന്ന സമയത്ത് അവധിക്കാലമായതുകൊണ്ടൊക്കെ ആരും ഇല്ല. ചക്കപ്പഴമായിട്ട് അങ്ങനെ തിന്നാൻ ആരും അത്ര കാര്യമല്ല. ഒന്നോ രണ്ടോ തുളയൊക്കെ തന്നെങ്കിലും ബാക്കിയുള്ളത് ഞാനൊന്ന് അരിഞ്ഞു മിക്സിയിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ ഒരു 2 ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട്. അത് നല്ലതുപോലെ പാകമായി. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ തിന്നാതായത് തൊലിക്കൊരു നേരിയ കറുപ്പൊക്കെ ബാധിച്ചു തുടങ്ങി. ഞാനപ്പോൾ അത് തിന്നാൻ നിന്നില്ല. തൊണ്ട പൊടിച്ച് മുറിച്ച് അതും ഈ ചക്കയുടെ കൂടി അങ്ങോട്ട് ഇട്ടു. രണ്ടും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് സുഖമായിട്ട് ഒന്നും കൂടെ അടിച്ചു. കുറച്ച് ശർക്കര പൊട്ടിച്ച് ഒരു ഉള്ളി അടുപ്പത്ത് വെച്ച് പതുക്കനെ കത്തിച്ച് ശർക്കര ഉരുകുന്നതിൻ്റെ ഒപ്പം ഈ അടിച്ച ചക്കയും ഉണ്ട്, ഏത്തപ്പഴവും ഉണ്ട് കേട്ടോ, 2 പഴമുണ്ട്. അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് പതുക്കനെ ഇളക്കി ശർക്കര ഉരുകി അതോടുകൂടി ചക്ക വരട്ടിയതുപോലെ പഴം വരട്ടിയതുപോലെ രണ്ടും തെറ്റൊന്നുമില്ല. ഇത്തിരി നെയ്യ് ഒഴിച്ചു, ഇത്തിരി ചുക്കും ജീരകവും പൊടിച്ചതിട്ടു. അതൊരുമാതിരി അങ്ങോട്ട് വരട്ടി, വല്ലാണ്ടൊന്നും കരട്ടിയില്ല. കുറച്ച് നേരം ഒന്ന് അരി വാർത്ത് കഴിഞ്ഞിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചോളൂ. ആ തീ കനലൊക്കെ ഉണ്ടല്ലോ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിടും. അങ്ങനെ കാലത്ത് ഇങ്ങനെ കിടന്ന് ഉച്ചയ്ക്ക് ഒരു 3:30 മണി 4 മണിയായിട്ട് ചായ വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇത് നല്ലോണം ഇളക്കി നോക്കിയപ്പോൾ നേരെ ചൂടുണ്ട്. വേഗം ഉള്ളി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതിപ്പോൾ ഒരു അട അങ്ങോട്ട് ഉണ്ടാക്കാം. അട പലതരം ഉണ്ടല്ലോ. വത്സരം ഉണ്ടാക്കും, പൂവട ഉണ്ടാക്കും, മറ്റടയുണ്ട് പല. ഇന്ന് ഞാനൊരു പുതിയ തരം അട എന്ന് പറഞ്ഞാൽ കൂട്ടൊക്കെ കണക്ക് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ചക്ക തന്നെ വരട്ടിയത് കൊണ്ട് വേറെ ഒരു തരത്തിലുള്ള അട എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും കുട്ടിക്കാലത്തല്ല, ഇപ്പോഴും ഇവിടെ പതിവുണ്ട്. ചിലപ്പോൾ ഈ വരട്ടിയതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി അങ്ങോട്ട് ഇട്ടു. അരിപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത്തിരി ചുക്കും ജീരകവും പൊടിച്ചതിട്ടു. പിന്നെ ഒരു അരമുറി തേങ്ങ ഇങ്ങനെ കീറി കുരുകുരാ അരിഞ്ഞതും ഇട്ടു. എല്ലാം കൂടി ചേർത്ത് ഇളക്കി അവിടെ വെച്ചു. എന്നിട്ട് അവിടെ മുറ്റത്തേക്ക് ഇറങ്ങി കുടിക്കകത്ത് പോയിട്ട് താഴ്ന്നു നിൽക്കുന്ന പ്ലാവിൻ്റെ കൊമ്പൊന്ന് ചാച്ചി പിടിച്ചിട്ട് ഒരു 10-20 പ്ലാവിൻ്റെ ഇല ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. ഇവിടെ വന്നു പ്ലാവിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് കഴുകി. ഇത് ചെറുനാരങ്ങ വലിപ്പത്തിലല്ല, അത്രയും വലിപ്പമുള്ള ഓരോ ഉരുളകളാക്കി ഈ അടയുടെ മാവ്. എന്നിട്ട് ഓരോ ഉരുളി അങ്ങോട്ട് എടുത്ത് പ്ലാവിൻ്റെ ഇല ഞെട്ട് മേൽഭാഗത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വയ്ക്കും. എന്നിട്ട് ഈ ഉരുള എടുത്തിട്ട് പതുക്കനെ അങ്ങനെ കനം കുറച്ചങ്ങോട്ട് പരത്തും. എന്നിട്ട് താഴെ ഇരിക്കുന്ന വാല് അങ്ങോട്ട് മേപ്പട്ടയ്ക്കാൻ വയ്ക്കും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു ഇലയിൽ ഈ ഞെട്ട് മേൽഭാഗത്ത് വരുന്ന വിധത്തിൽ കമിഴ്ത്തി ഉണ്ടാക്കും. അടുത്തത് ഇതുപോലെ മടക്കും, അതിൻ്റെ മീത്തേക്ക് ചാരി വയ്ക്കും. അങ്ങനെ ഞാൻ 20 അട ഉണ്ടാക്കി. ഈ അടയ്ക്ക് പറയുന്ന പേര് പ്ലാവിലയട. പ്ലാവിൻ്റെ ഇലയിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പ്ലാവിലയട. ഇത് തന്നെ ഈ കൂട്ട് തന്നെ ഉഴുന്നുണ്ടി അല്ലെങ്കിൽ വട്ട എന്ന് പറയുന്നൊരു മരമുണ്ട്. അതിന് ആ ഇലയുടെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെയാക്കി പൊതിഞ്ഞ് അങ്ങോട്ട് പരത്തി ഒന്ന് പൊതിഞ്ഞ് ഇങ്ങനെ വയ്ക്കും. പിന്നെ ചില സമയത്ത് എടന എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ആ എടനയുടെ ഇലയിലാവുമ്പോൾ ഇത് എടന ഇലയല്ല അട, എടന ഇലയട. അതങ്ങനെയായി. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ചിലർ പരത്താനും പിടിക്കാനൊന്നും നേരമില്ല. ഒരു വാഴയുടെ ഇല അങ്ങോട്ട് എടുത്തിട്ട് അതിലങ്ങോട്ട് വെച്ച് അങ്ങോട്ട് നിരത്തും, അങ്ങോട്ട് പൊതിയും വെച്ചു. ഇതെല്ലാം നട്ട് പറക്കി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് അടിയിൽ തീ കത്തിച്ച് വെള്ളമൊഴിച്ച് തീ കത്തിച്ച് പുഴുങ്ങിയെടുക്കണം. അതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് പ്ലാവിലയട.
ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. ഇവിടെ ഉള്ളവരൊക്കെ 2-3 തിന്നു. ആരൊക്കെ കുട്ടികൾ ഇതേ പോയപ്പോൾ അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്നാലും 8-10 ഉണ്ട്. ഇതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്ലാവിലയാണ്, പ്ലാവിലയാണ്. നല്ലതാണ് കേട്ടോ. ചക്കയും ഏത്തപ്പഴവും കൂടി, ചക്കയും ഏത്തപ്പഴവും കൂടി അങ്ങോട്ട് പരക്കി അത് അരിപ്പൊടി ഇട്ട് അങ്ങോട്ട് പൊടിച്ചു. പിന്നെ മട്ടൻ സരികളൊക്കെ കൂട്ടി പ്ലാവിലയിൽ അങ്ങോട്ട് പൊതിഞ്ഞു. വാഴയിലേക്ക് എടുക്കാനും പിന്നെ കഴുകാനും വാട്ടാനും പരത്താനും ഒക്കെ പാടും. നൂത്തൂരി ഏതായാലും ഐറ്റംസൊക്കെ അതിൽ ആടയിലുണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഇതിലുണ്ട്. വലിയ തിരക്കണമൊന്നുമില്ല കേട്ടോ. ഇത്രയും കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്വാദുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. പാകത്തിന് മധുരം, ഒരു വടമൊന്നുമില്ല മധുരം. ഇടയ്ക്കിടയ്ക്ക് ഈ നാളികേരത്തിൻ്റെ കഷ്ണം, തേങ്ങാ കഷ്ണം കടിക്കുമ്പോൾ അസൽ സ്വാദ്. പിന്നെ ചുക്കും ജീരകവും ചക്കയുടെ കൂടെ മധുരം ചേർന്നാൽ എപ്പോഴായാലും സ്വാദാണ്. അപ്പം നിങ്ങളും ഉണ്ടാക്കും പ്ലാവിലയട. ചക്കയുടെയും മാങ്ങയുടെയൊക്കെ കാലമല്ലേ. ഒരു 10 ചോളയുള്ളൂ കഴിഞ്ഞപ്പോൾ അതും മാത്രമേ ഉള്ളൂ വെച്ചാലും മതി. ഇത് 2 പഴം മറ്റെന്തെങ്കിലും പഴങ്ങൾ കൂട്ടിയാലും ഒരു തരക്കെടുമില്ല. നല്ലതാവുന്നേ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇല്ലെങ്കിലും വൈകുന്നേരത്തെ ചായയ്ക്ക് ഒക്കെ നല്ലൊരു പലഹാരമാണ് പ്ലാവിലയട. നിങ്ങളും ഉണ്ടാക്കും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഈ ചാനൽ നമ്മുടെ ചാനലാണ്. ഇത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ. കൂടുതൽ പേര് ഇത് കേൾക്കട്ടെ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കട്ടെ. എല്ലാവർക്കും നന്ദി.